അപ്പോഴേ ഞങ്ങളുടെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? ഇത് ചിക്കൻ കറിയാണ്. ചിക്കൻ ഒരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ്. നാടൻ ചിക്കൻ കറി ഇങ്ങനെ പണ്ട് അമ്മച്ചി വെക്കുമായിരുന്നു. ആ രീതിയിൽ വെച്ചതാണ്. പക്ഷേ തേങ്ങാപ്പാൽ ഒഴിച്ചില്ല കേട്ടോ. തേങ്ങാപ്പാലും കൂടി ലാസ്റ്റ് ഒഴിക്കണം, അപ്പോഴാണ് ഈ കറി പെർഫെക്റ്റ് ആണത്. പിന്നെ ഇത് ചെറുപയർ കറിയാണ്. ഇതേ രാവിലെ പുട്ടും ചെറുപയറുമായിരുന്നു, അതിൻ്റെ ചെറുപയറാണ്. ഇത് ഉപ്പ് നെല്ലിക്ക ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇത്തിരി ഉള്ളി അരച്ചും മുളക് പൊടിയും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് റെഡിയാക്കിയതാണ്. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ. അപ്പം നമുക്കിന്ന് സൺഡേ ആയിട്ടേ ചിക്കനാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് 1 മണിക്കൂർ മുമ്പ്. പതുക്കെ ഒന്ന് വാട്ടിയിട്ട് വെക്കാം കേട്ടോ. ഒരു ശാലോ ഫ്രൈ. ഇപ്പോൾ മഞ്ഞൾപ്പൊടിയും ഒരൽപ്പം കുരുമുളക് പൊടിയും മസാലപ്പൊടിയും ഉപ്പും ചേർത്താണ് മാരിനേറ്റ് ചെയ്തത്. ഒന്ന് ശാലോ ഫ്രൈ ചെയ്യാം. വാഴട്ടെ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു ഷാലോ ഫ്രൈ ആയിട്ടുണ്ട്. ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യണില്ല. നമുക്ക് ഒരു മാറ്റാം. ഒരു ട്രിപ്പ് ഞാൻ കോരി മാറ്റി. ഇനി അടുത്തത് കൂടി ഞങ്ങൾ ഇട്ട് കൊടുക്കാം. ഇവിടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് ചിക്കൻ ഞാൻ കോരി മാറ്റി. പിന്നെ ഒരു 2-3 ഉരുളൻകിഴങ്ങില്ലേ, തൊലി കളഞ്ഞ് വട്ടം അരിഞ്ഞ് ഉപ്പും ഇപ്പം മഞ്ഞപ്പൊടിയും ഒരു പൊടിക്ക് കുരുമുളക് പൊടിയും കൂടി പുരട്ടി വെച്ചതാണ്. 1/2 മണിക്കൂർ മുമ്പ് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇതും കൂടി നമുക്ക് ഇതിലേക്ക് വന്നിട്ട് ആട്ടിയെടുക്കാം. ഇപ്പോൾ ഉരുളൻകിഴങ്ങ് ഒരു ട്രിപ്പ് വാടിയിട്ടുണ്ട്, കോരി മാറ്റാം. ഒരുവിധം കനത്തിലാണ് ഞാൻ കട്ട് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ കറി റെഡിയാകുമ്പോൾ ഇത് പൊടിഞ്ഞു പോകും. ഞാൻ അടുത്ത ട്രിപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സെക്കൻഡ് ട്രിപ്പ് ഉരുളൻകിഴങ്ങ് ഒന്ന് റെഡി ആയിട്ടുണ്ട്, കോരി മാറ്റാം. ഈ ചട്ടിയിൽ തന്നെയാണ് കറി റെഡിയാക്കുന്നത്. ഈ കറി റെഡിയാക്കാം. പട്ട, കറേമ്പ്, ഏലക്ക ഒരു 4-5 വെച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 സവാള, വാഴട്ടെ. സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ട് വാടിയിട്ടുണ്ട്. ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും പച്ചമുളകും കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ തക്കാളി തീർന്നു പോയിട്ടാണ്. അപ്പോൾ ഇവിടെ പെരുമഴയാണ്, തക്കാളിക്ക് പോകാനൊന്നും പറ്റൂല. വാടട്ടെ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം.
നമ്മുടെ പച്ചമുളക്, ഇഞ്ചി, സവാളയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് റെഡിയായിട്ടുണ്ട്. ഇതിലേക്ക് ഇത്തിരി പൊടിയിട്ട് കൊടുക്കാം. മസാലപ്പൊടി പെരുംജീരകപ്പൊടിയുമാണ്. ഇത് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒരല്പം കുരുമുളക് പൊടിയുമാണ്. പൊടിയൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ ഗ്രേവി ഒന്ന് സെറ്റായി കിട്ടണം. ഗ്രേവി ഒന്ന് നോക്കാം. ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനിൽ ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കണം. അതിനുശേഷം നമുക്ക് ഇത്തിരി 10 മിനിറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം. കറിക്ക് ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളം ഒഴിച്ച് തിളച്ച് ചിക്കൻ ഏതാണ്ട് ഓക്കെ ആയി കഴിയുമ്പോൾ ഉരുളൻകിഴങ്ങ് മീതിയിലിട്ട് കറി റെഡിയാക്കി എടുക്കാം. സാധാരണ നാടൻ കോഴിയാണ് ഇങ്ങനെ വെക്കണത് കേട്ടോ. എൻ്റെ അമ്മച്ചിയുടെ ഒരു സ്പെഷ്യൽ കറിയാണിത്. പക്ഷേ ലാസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിച്ചാണ് റെഡിയാക്കണത്. ഞാനിന്ന് തേങ്ങാപ്പാലൊന്നും ഒഴിക്കണില്ല. അമ്മച്ചി നാടൻ ചിക്കൻ ഇങ്ങനെയാണ് വെക്കണത്. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇടപ്പാലി വേവിച്ചിട്ട് ലാസ്റ്റ് തലപ്പാൽ ഒഴിച്ച് കറി ഇറക്കും. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഒന്ന് ഗ്രേവിയിലൊന്ന് അപ്പോൾ ഈ ചിക്കൻ്റെ ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ കുറച്ച് കഴിഞ്ഞിട്ട്. നമുക്ക് ചിക്കനൊന്ന് നോക്കാം. ഇതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ ഉരുളക്കിഴങ്ങൊക്കെ വറുത്തക്കണോണ്ടേ ഈ ചാറ് പെട്ടെന്ന് പറ്റും കേട്ടോ. ഉരുളക്കിഴങ്ങിനെ അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം. ഉരുളക്കിഴങ്ങിനും ഒരു വേവുണ്ട്. കാരണം ഒരുവിധം കനത്തിലാണ് ഞാൻ അരിഞ്ഞേക്കുന്നത്. ഇപ്പം കറിവേപ്പില ഇട്ട് കൊടുത്തേക്കാം. പൊടി വെക്കാം. ഇപ്പം നമ്മുടെ കറി ഒന്ന് നോക്കാം. കറി ഇപ്പം മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടോ. 10-15 മിനിറ്റോളമായി. ഏതാണ്ട് എല്ലാം കൂടി ഒരു അരമണിക്കൂറായി. അല്പം ഗ്രേവി ഉണ്ട്. ഇത് തണുത്ത് കഴിയുമ്പോൾ റെഡിയാവും കേട്ടോ. ഇച്ചിരി ചാറ് വേണം. വേറെ കറിയൊന്നുമില്ല അങ്ങനെ. അപ്പോൾ ഉപ്പ് ഞാൻ വീണ്ടും ഇട്ടില്ല കേട്ടോ. കാരണം ചിക്കനും ഉരുളൻകിഴങ്ങും ഉപ്പ് വരുത്തിയതായിരുന്നു. ഇപ്പം ചാറ് തിളച്ച് റെഡിയായപ്പോഴേക്കും ഉപ്പൊക്കെ പാവമാണ്. ഉപ്പിടേണ്ട കാര്യമില്ല. അങ്ങനെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ കറി റെഡിയായി.
അപ്പോൾ കഴിക്കാം. വേണ്ടല്ല, ഈ ചിക്കനെ ഒന്ന് ഒരു കഷ്ണം എടുക്കാം. എൻ്റെ ഈ കുറുകുറ ഗ്രേവി ചാറുണ്ടല്ലോ അതും കൂടി ഒന്ന് ഒഴിക്കണം. പിന്നെ ഈ ചെറുപയർ അല്പം എടുക്കാം. പിന്നെ ഈ നെല്ലിക്ക, ഉപ്പ് നെല്ലിക്കയാണ്. ഇതിൽ ഉള്ളി ചതച്ചതാണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം, അതല്പം കൊടുക്കാം. അപ്പോൾ ഈ ചിക്കനെ ഒന്ന് നോക്കട്ടെ കേട്ടോ. അതൊക്കെ ഒരു ഷാലോ ഫ്രൈ ചെയ്താണ് വെച്ചിട്ടുള്ളത്. അടിപൊളിയായിട്ടാ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഉപ്പ് നെല്ലിക്ക. ഉപ്പ് നെല്ലിക്കയിൽ ഇത്തിരി ഉള്ളി ചതച്ചതും കൂടി കൂട്ടിയാണ് തിന്നാൻ. അടിപൊളി. എന്നാൽ ചെറുപയറാണ്. അപ്പോൾ ഞങ്ങളുടെ സൺഡേ സ്പെഷ്യൽ ഇതൊക്കെയാണ്. ചിക്കൻ കറി, സ്പെഷ്യൽ ചിക്കൻ കറി, പിന്നെ ചെറുപയർ, പിന്നെ നമ്മുടെ ഉപ്പ് നെല്ലിക്ക. നിങ്ങളെല്ലാവരും കഴിച്ചോ? എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടും നന്ദിയോടും കൂടി ബൈ.